കേരളത്തിലെ പത്തനംതിട്ട ജില്ലയിൽ റാന്നി താലൂക്കിൽ റാന്നി പെരുനാട് ഗ്രാമപഞ്ചായത്ത് പശ്ചിമഘട്ടത്തിന്റെ ഭാഗമായ കടുവ സംരക്ഷിത പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രമാണ് ശബരിമല ശ്രീ അയ്യപ്പസ്വാമി ക്ഷേത്രം. ഓരോ വർഷവും 5 കോടിയിലധികം ഭക്തജനങ്ങളാണ് ശബരിമല തീർത്ഥാടനത്തിനായി എത്തുന്നത്. ശിവൻ, വിഷ്ണു എന്നിവരുടെ മകനായ അയ്യപ്പനാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. അയ്യപ്പന്റെ അടുത്ത് പ്രത്യേക ക്ഷേത്രത്തിൽ മാളികപ്പുറത്തമ്മ എന്ന പേരുള്ള ശക്തി സ്വരൂപിണിയായ ഒരു ഭഗവതി സങ്കല്പവും തുല്യ പ്രാധാന്യത്തിൽ കുടികൊള്ളുന്നു. ഉപദേവതകളായി ആദിമൂല ഗണപതി, മഹാദേവൻ, വാവരുസ്വാമി, വലിയ കടുത്തസ്വാമി, കൊച്ചു കടുത്തസ്വാമി, കറുപ്പുസ്വാമി, നവഗ്രഹങ്ങൾ, നാഗദൈവങ്ങൾ എന്നിവർക്കും ഇവിടെ പ്രത്യേക സന്നിധികളുണ്ട്. ശബരിമലയിൽ ആചാരങ്ങൾ ശൈവമതം, വൈഷ്ണവമതം, ശാക്തേയം, ശ്രമണമതം എന്നിവയുടെ ഒരു സമ്മിശ്രമാണ്. വേദവാക്യങ്ങളിൽ ഏറ്റവും കൂടുതൽ പ്രചാരമുള്ള തത്വമസി അത് നീയാകുന്നു എന്ന മഹാകാവ്യം ഈ ക്ഷേത്രത്തിലെ മുൻപിലായി വലിയ അക്ഷരത്തിൽ എഴുതി വച്ചിട്ടുണ്ട്. സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 1260 മീറ്റർ ഉയരത്തിൽ 18 മലകൾക്കും നടുവിലായിട്ടാണ് ശ്രീ ശബരിമല ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ ഏറ്റവും 3ാമത്തെ നദിയായ പമ്പാ നദിയുടെ ഉദ്ഭവം ശബരിമലയിൽ നിന്നാണ്. ക്ഷേത്രത്തിൽ നിന്നും ഏകദേശം 5 കിലോമീറ്റർ തെക്കു പടിഞ്ഞാറ് ഭാഗത്തായി പമ്പാ നദിയിൽ ഒരു സ്നാനഘട്ടമുണ്ട്. ഇവിടെ കുളിച്ച് പിതൃക്കൾക്ക് ബലി സമർപ്പിച്ച ശേഷമാണ് ഭക്തർ മല ചവിട്ടുന്നത്. നാനാ മതസ്ഥർക്കും ഇവിടെ പ്രവേശനം അനുവദിക്കുന്നു. എന്നാൽ ഇരുമുടിക്കെട്ടുമായി വരുന്നവരെ മാത്രമേ പടികൾ കയറുവാൻ അനുവദിക്കുകയുള്ളൂ. നെയ്യഭിഷേകമാണ് ഈ ക്ഷേത്രത്തിലെ പ്രധാന വഴിപാട്. മറ്റു ക്ഷേത്രങ്ങളിലെ പോലെ എല്ലാ ദിവസവും ഇവിടെ പൂജയോ തീർത്ഥാടനമോ നടക്കുന്നില്ല. നവംബർ, ഡിസംബർ മാസങ്ങളിൽ വൃശ്ചികം 1 മുതൽ ധനു 11 വരെ നീളുന്നതും മണ്ഡലക്കാലം എന്നറിയപ്പെടുന്നതുമായ 41 ദിവസങ്ങളാണ് ശബരിമലയിലെ പ്രധാന തീർത്ഥാടന കാലം. ഇതിനു പുറമെ എല്ലാ മലയാള മാസത്തിലെയും ആദ്യത്തെ 5 ദിവസങ്ങളിലും ഇവിടെ ദർശനം അനുവദിക്കുന്നു. ഇത് തുടങ്ങിയിട്ട് അധിക കാലമായിട്ടില്ല. മീനമാസത്തിലെ ഉത്രം നക്ഷത്രത്തിൽ ആറാട്ടായി 10 ദിവസം ക്ഷേത്രത്തിൽ ഉത്സവം നടന്നു വരാറുണ്ട്. കുട്ടികളില്ലാതെ വിഷമിച്ചിരുന്ന തികഞ്ഞ ശിവഭക്തനുമായ പന്തളം മഹാരാജാവ് രാജശേഖര പാണ്ഡ്യൻ മഹാദേവനെ ആരാധിച്ചു വരികയും ഒരിക്കൽ നായാട്ടിനായി വനത്തിലെത്തുകയും പമ്പാതീരത്ത് വച്ച് കഴുത്തിൽ മണികെട്ടിയ സുന്ദരനായ ഒരാൺകുഞ്ഞിനെ കാണുകയും ചെയ്തു. ശിവന് മോഹിനി രൂപത്തിലുള്ള വിഷ്ണുവിൽ ജനിച്ച പുത്രനാണിതെന്ന് വിശ്വാസം. കഴുത്തിൽ സ്വർണത്തിന്റെ മണിമാല ഉണ്ടായതുകൊണ്ട് ശിശുവിന് മണികണ്ഠൻ എന്ന പേരിട്ട മഹാരാജാവ് ശിവപാർവതിമാരുടെ അനുഗ്രഹത്തോടുകൂടി കുട്ടിയെ രാജകൊട്ടാരത്തിലേക്ക് എടുത്തുകൊണ്ടുപോയി. ആയോധന കലയിലും വിദ്യകളിലും അഗ്രഗണ്യനായ അയ്യപ്പനെ യുവരാജാവായി വാഴിക്കുവാനായിരുന്നു പന്തള രാജാവിന്റെ ആഗ്രഹം. എന്നാൽ സ്വന്തം മകനെ യുവരാജാവാക്കുവാനായി രാജ്ഞിയും മന്ത്രിയും ചേർന്ന് ഇതിനെ ചെറുക്കുവാനുള്ള തന്ത്രങ്ങൾ ആസൂത്രണം ചെയ്തു. ഇതിന്റെ ഭാഗമായി മന്ത്രി രാജ്ഞിയെ വശത്താക്കുകയും അവരുടെ ഗൂഢപദ്ധതി പ്രകാരം രാജ്ഞി വയറുവേദന അഭിനയിക്കുകയും കൊട്ടാരവൈദ്യൻ രോഗത്തിന് പുലിപ്പാൽ മരുന്നിനായി നിശ്ചയിക്കുകയും ചെയ്തു. ഗൂഢപദ്ധതി അനുസരിച്ച് പുലിപ്പാൽ കാട്ടിൽ നിന്നും കൊണ്ടുവരുവാൻ നിയുക്തനായത് മണികണ്ഠനാണ്. അങ്ങനെയാണ് പുലിപ്പാലിനായി അയ്യപ്പനെ കൊടും കാട്ടിലേക്ക് രാജ്ഞി പറഞ്ഞയക്കുന്നത്. എന്നാൽ ലോകത്തിലെ ഉപദ്രവകാരിണിയും പരമദുഷ്ടയുമായ മഹിഷിയെ വധിച്ച് പുലിപ്പുറത്തേറി അയ്യപ്പൻ വിജയശ്രീലാളിതനായി പന്തള ദേശത്തേക്ക് മടങ്ങിയെത്തി. അയ്യപ്പൻ ദൈവമാണെന്ന് മനസ്സിലാക്കിയ പന്തളം രാജാവ് അയ്യപ്പന്റെ നിശ്ചയപ്രകാരം ശബരിമലയിൽ ക്ഷേത്രം നിർമ്മിച്ചു നൽകുകയായിരുന്നു. പുലിപ്പാൽ കൊണ്ടുവരാൻ കാട്ടിലേക്ക് പോകുമ്പോൾ തയ്യാറാക്കിയതാണ് ഇരുമുടിക്കെട്ട് എന്നൊരു വിശ്വാസവുമുണ്ട്. ശ്രീ അയ്യപ്പനോട് മന്ത്രി ചെയ്ത പാപത്തിൽ നിന്നും മുക്തി നേടാനാണ് 41 ദിവസത്തെ വ്രതവും വർഷം തോറുമുള്ള തീർത്ഥാടന യാത്രയും എന്നാണ് വിശ്വാസം. ജീവാത്മാവായ ഭക്തർ പരമാത്മാവായ ഭഗവാന് സമർപ്പിക്കുന്ന വസ്തുവാണ് ഇരുമുടിക്കെട്ട്. ശബരിമല ക്ഷേത്രത്തിലെത്തിയാൽ അതൊരനുഭവം തന്നെയാണ്. ഭക്തനും ഭഗവാനും ഒന്നാകുന്ന അപൂർവ നിമിഷം. സ്വാമി ശരണമയ്യപ്പ.